കാനഡ PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ ഡോക്യുമെന്റേഷൻ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IRCC പ്രധാനമായും നോക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രൂഫ് ഓഫ് ഫണ്ട്. അതായത് കാനഡയിൽ എത്തിയതിനു ശേഷം ആദ്യ നാളുകളിൽ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ എന്ന് അവർ നോക്കും. PR ഇൻവിറ്റേഷൻ കിട്ടിയതിന് തൊട്ട് മുൻപാണ് ഒരു ബൾക്ക് എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നതെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള സോഴ്സ് കാണിച്ചിരിക്കണം. ഈ സഡൻ ഡിപ്പോസിറ്റിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സോഴ്സ് കാണിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ വിസ വരെ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് 6 മന്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് ഇൻവിറ്റേഷൻ ലഭിച്ചതിന് ശേഷം വിസ ഫയൽ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പുള്ള 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ കാലയളവിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ബൾക്ക് എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് വ്യക്തമായി കാണിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ PF ക്ലോസ് ചെയ്തിട്ടാണ് ഈ എമൗണ്ട് വന്നതെങ്കിൽ അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതല്ല, നിങ്ങളുടെ പാരന്റ്സ് ആണ് നിങ്ങൾക്ക് ആ എമൗണ്ട് തന്നിട്ടുള്ളതെങ്കിൽ ഗിഫ്റ്റ് ഡീഡ് മുതലായ ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഡോക്യുമെന്റേഷൻ പാർട്ടിൽ ചെറിയൊരു അശ്രദ്ധ പോലും നിങ്ങളുടെ വിസ അപ്രൂവലിനെ ബാധിക്കും. സോ ഒരു എറർ ഫ്രീ ഡോക്യുമെന്റേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ജെംസ് അബ്രോഡ്.